ഹലോ ഹായ് എല്ലാവർക്കും പർപ്പിൾ പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ താരം ക്യാപ്സിക്കമും മുട്ടയും. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമുക്കൊരു കിടിലൻ സ്നാക്ക് ഉണ്ടാക്കാം. സ്റ്റഫ്ഡ് ക്യാപ്സിക്കം ആൻഡ് എഗ് സ്നാക്ക്. ഇത് ഞാൻ ഇട്ട പേരാട്ടോ, നിങ്ങൾക്ക് ഇതിന് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ മൊരിഞ്ഞ മുട്ടയും ആ ഫ്രൈ ചെയ്ത ക്യാപ്സിക്കം ഒക്കെ കൂടി എന്ത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി 3 കളർ ക്യാപ്സിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഒറ്റ കളറിനേക്കാളും ഈ പല കളറാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗത്തിൽ 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ നടുക്കത്തെ ഭാഗം പിടിച്ച് മുകളിലേക്ക് വലിച്ചാണ്ടല്ലോ അത് ഇങ്ങോട്ട് പോരും പുറത്തേക്ക്. ഇതേ കണ്ട ഇതുപോലെ. ഇപ്പോൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിലൊരു ഹോളോ പോലെ ആയില്ലേ. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ നമുക്കെടുത്ത് കളയാം. എന്നിട്ട് നമുക്കിതിനെ 1 ഇഞ്ചിൻ്റെ കട്ടിയിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. റൗണ്ടായിട്ട് മുറിച്ചെടുക്കണം. 1 ഇഞ്ച് കട്ടിയെങ്കിലും വേണം, എന്നാലും നമ്മൾ ഇതിനുള്ളിൽ മുട്ടയുടെ മിക്സ്ചർ ഫില്ല് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുള്ളൂ. പിന്നെ കണ്ടില്ലേ ഇത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതേ പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ആക്കി എടുക്കാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ ക്യാപ്സിക്കത്തിനും നമുക്ക് റൗണ്ടായിട്ട് 1 ഇഞ്ചിൻ്റെ വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. പിന്നെ ഈ 3 കളർ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പഴുത്ത ക്യാപ്സിക്കം ഈ ചുമന്ന ക്യാപ്സിക്കം. അതുകൊണ്ട് അത് ഭയങ്കര സ്വീറ്റുമാണ്, നല്ല ജ്യൂസിയാണ്. ഇതിനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ഈ 3 കളറിലും. ഈ പച്ച കളർ ക്യാപ്സിക്കം പഴുക്കണേ മുമ്പ് പറിച്ചെടുക്കണോണ്ട് അതിന് മധുരമില്ല, അതിനാണ് കൂടുതൽ എരിവുള്ളത്. പിന്നെ ഈ ക്യാപ്സിക്കം ഒക്കെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താൽ നല്ല ഗുണാട്ടോ. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെ സ്കിന്നിനും നല്ലതാണ്. പോരാതെ നമ്മളെ പ്രതിരോധശേഷി നന്നായി വർദ്ധിപ്പിക്കും, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലോണം സ്ട്രോങ് ആക്കും. പിന്നെ ബാക്കി ക്യാപ്സിക്കത്തിനേക്കാളും റെഡ് കളർ ക്യാപ്സിക്കത്തിലാണ് വിറ്റാമിൻസ് ഒക്കെ കൂടുതലുള്ളത്. പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തടയാനും ഇത് വളരെ നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്യാപ്സിക്കം പല രീതിയിൽ നിങ്ങൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ എല്ലാ ക്യാപ്സിക്കം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ക്യാപ്സിക്കം കളയരുത് കേട്ടോ. അതിനെ ഞാൻ എന്താ ചെയ്തതെന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം കേട്ടോ, ക്യാരറ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാത്തിനും ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൈറ്റ് കൂടിപ്പോയി, അതായത് എല്ലാം വൈറ്റായിട്ട് കാണുന്നത് ക്ഷമിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. വലിയ മുട്ടയാണെങ്കിൽ 2 എണ്ണം മതിയാവും, ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണെങ്കിലും ചേർക്കണം കേട്ടോ. മുട്ട ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, നല്ല കളർ കിട്ടും. നിങ്ങൾക്ക് മുളക് പൊടി മുട്ടയിൽ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലെ വേണം. കൂടുതൽ കട്ടിയും ആവാൻ പാടില്ല, കൂടുതൽ ലൂസും ആവാൻ പാടില്ല. ഭയങ്കരമായിട്ട് ലൂസ് വെള്ളം പോലെ ആയാണ്ടല്ലോ നമ്മളെ ക്യാപ്സിക്കത്തിലേക്ക് ഒഴിക്കുമ്പോൾ അത് എണ്ണയിലേക്ക് ഇങ്ങനെ ഒഴുകി വരും. അതുകൊണ്ട് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയാൽ കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ, എന്ന് വെച്ചാൽ നമ്മളെ ക്യാപ്സിക്കം എണ്ണ കുടിക്കും. ഇനി ഇതിലേക്ക് നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ റിങ്സ് വെച്ച് കൊടുക്കാം. ഇനി ഓരോ ക്യാപ്സിക്കം റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ മുട്ടയുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. കണ്ട ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞു, കൂടുതൽ ലൂസായിരുന്നെങ്കിൽ ഇത് അടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഇത് എനിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഇത് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നോക്കിയാൽ താഴെ കൂടെ ബാറ്ററി ഒഴുകി വരുന്നത് അത് കുറച്ച് ലൂസ് ബാറ്ററി ആയിപ്പോയി, അതങ്ങനെ സംഭവിച്ചത്. കൂടുതൽ കട്ടിയും പാടില്ല, കൂടുതൽ കട്ടിയായാൽ വെവാനും ബുദ്ധിമുട്ടാവും. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ അവരും കൂടി കൂട്ടിക്കോളൂ. പിന്നെ ഈ കളർഫുൾ ആയതുകൊണ്ട് ഇത്ര ഭംഗിട്ടോ കാണാൻ. ഇപ്പോൾ ആകെ ഗ്രീൻ കളർ മാത്രമായിരുന്നെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, ഒരു 2-3 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. അതുകൊണ്ട് അടി കരിയാണ്ട് നോക്കിക്കോളൂ. ഒരു ക്യാപ്സിക്കം ഒന്ന് ശ്രദ്ധിച്ച് പൊക്കി നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ അടിയിൽ കളർ ആയിട്ടുണ്ടോ എന്ന്. കണ്ടില്ലേ ഇത് ഇതുപോലെ ശ്രദ്ധിച്ച് പൊക്കണേ, അല്ലെങ്കിൽ ക്യാപ്സിക്കവും നമ്മുടെ മുട്ടയും സെപ്പറേറ്റ് ആയി പോകും. അപ്പോൾ പതുക്കെ സ്നേഹത്തോടെ ഇത് ഇങ്ങനെ മറിച്ചിടണം കേട്ടോ. അങ്ങനെ 3 എണ്ണം മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ക്യാപ്സിക്കം ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കിച്ചൺ ടവലിലേക്ക് എടുത്ത് മാറ്റാം. ക്യാപ്സിക്കം നന്നായി എണ്ണ കുടിക്കുന്നതുകൊണ്ട് നമുക്കിതിനെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാനായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ബാച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറിച്ചിടുമ്പോൾ സ്നേഹത്തോടെ ചെയ്യാം കേട്ടോ, അത് മാത്രം ഒരു കാര്യം ഇതിൽ സൂക്ഷിക്കാനുള്ളത്. എൻ്റെ അമ്മ സ്ഥിരം പറയണ ഡയലോഗ് കേട്ടോ, നീ കുറച്ച് ക്ഷമയോടെയും സ്നേഹത്തോടെയും കൂടി ചെയ്യും, അപ്പോൾ ഒക്കെ ശരിയാവുന്നു. കുറച്ച് വെപ്രാളം കൂടുതലാണ് അതാ. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ടേസ്റ്റിയായ റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇവിടെ വരെ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ.
പിന്നെ ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളാക്കി വെക്കുക. എന്നാലും ഞാൻ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസൊക്കെ ഇടുമ്പോൾ യൂട്യൂബ് നിങ്ങളെ അറിയിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.